അമ്മുവിനോടും മഞ്ജുവിനോടും എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ പോകുന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ടെന്താ പെട്ടെന്ന് എനിക്കൊരു മനംമാറ്റം സംഭവിച്ചത്? ഞാൻ അമ്മുവിനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ എന്നെ എന്തുമാത്രം വെറുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അവളോട് ഞാൻ GK അല്ലെന്ന് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. എടാ, എപ്പോഴാണെങ്കിലും ഈ സത്യം അവൾ അറിയേണ്ടതല്ലേ? മഞ്ജുവേ ഈ നഗരത്തിൻ്റെ കമ്മീഷണറാണ്. അവൾക്ക് GK നീയാണെന്ന് കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട. എടാ, നീയായിട്ട് എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തുന്നതല്ലേ നല്ലത്? ആർക്ക് നല്ലത്? ഗിരിയേട്ടന് എല്ലാ സത്യവും തുറന്നു പറഞ്ഞില്ലെങ്കിൽ മഹിമയുടെ മുന്നിൽ മുകുന്ദൻ ഒരു നുണയനാവും അല്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ മുകുന്ദൻ ഗിരിയേട്ടനെ സത്യം പറയാൻ പ്രേരിപ്പിക്കുന്നത്? സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തിനാ ഗിരിയേട്ടനും പ്രതീക്ഷയും തമ്മിലുള്ള ബന്ധം തകർക്കുന്നത്? ഗിരി, നീ ഇവളുടെ വാക്ക് കേട്ടിട്ടാണോ സത്യം തുറന്നു പറയാത്ത? ആണെങ്കിൽ ഗിരിയേട്ടൻ ഇപ്പൊ മഞ്ജുവിനോടും മോളോടും ഒന്നും പറയാൻ നിൽക്കണ്ട. പ്രതീക്ഷയുടെ മനസ്സിൽ കുറച്ചുകൂടെ സ്ഥാനം പിടിച്ചതിന് ശേഷം മതി എല്ലാം വെളിപ്പെടുത്തുന്നത്. നിർത്തടി. നേരം കുറയായി നിന്റെ സംസാരം ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്റെ കുടുംബകാര്യങ്ങളിൽ എനിക്ക് ഉപദേശം വേണമെന്ന് ഞാൻ നിന്നോട് ചോദിച്ചോ? ഇനി മേലാൽ എന്റെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന പരിസരത്ത് പോലും നിന്നെ കണ്ടുപോരുത്. അല്ല ഗിരിയേട്ടാ, ഞാൻ സഞ്ജുട്ടാ, ആ ബാഗൊക്കെ എടുത്തോളൂ. അല്ല, ഇതെന്താ ബാഗായിട്ട്? കുറച്ചു ദിവസം ഇവിടെ താമസിക്കാന്ന് കരുതി. സാധാരണ കല്യാണം കഴിഞ്ഞ അനിയത്തിമാര് വീട്ടിലേക്ക് വരുമ്പോ ചേട്ടന്മാർക്ക് സന്തോഷം ഉണ്ടാവാറ്. അതിന് നീ സാധാരണ അനിയത്തിയല്ലോ. എടാ, നിന്റെ വീട്ടിലെ ഇപ്പൊ ആവശ്യത്തിന് അധികം പ്രശ്നങ്ങളുണ്ട്. തൽക്കാലം നീ ഇതൊക്കെ ഡീൽ ചെയ്യ്. നമുക്കേ വിശദമായിട്ട് സംസാരിക്കാം. ഞാൻ പോവാ. നീ ചുമ്മാ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങില്ലാന്ന് എനിക്കറിയാം. കാര്യം എന്താന്ന് പറ. അത് അവിടെ ശാലിനിയും ഗോപാൽജിയും കൂടെ ഇന്ന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഏട്ടാ. എന്തു പറ്റി? സ്വപ്നയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതറിഞ്ഞപ്പോ മുതല് ശാലിനിയും ഡാഡിയും എന്നെ ഇവളെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുക. പക്ഷെ ഞാൻ സ്വപ്ന ഒരിക്കലും കൈവിടില്ല എന്ന് പറഞ്ഞു. നിങ്ങളിവിടെ താമസിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ കുറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഈ പടി കടന്ന് വന്ന രണ്ടെണ്ണത്തിനെ ഞാൻ പുറത്താക്കും. എന്താ ഗിരിയേട്ടാ ഇത്? ഇവരാകെ തകർന്ന അവസ്ഥയിലായി വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? കുറച്ചെങ്കിലും മനുഷ്യത്വം കാണിച്ചൂടെ? ഇതുപോലൊരുത്തിയോട് മനുഷ്യത്വം കാണിച്ചതുകൊണ്ട് എന്റെ കുടുംബം തകർന്നത്. ദയയും കരുണയൊക്കെ അത് അർഹിക്കുന്നവരുടെ കാണിക്കാൻ പാടുള്ളൂന്ന് വൈകിയാണെങ്കിലും ഞാൻ മനസ്സിലാക്കി. നിങ്ങളൊന്നും അത് അർഹിക്കുന്നില്ല. ഇപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്താനാ നീ ശ്രമിക്കുന്നത്. ശരിക്കുള്ള കുറ്റക്കാരി മഹിമയാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? അവള് കാരണമല്ലേ സ്വപ്നയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തത്. അതിന് പകരം ചോദിക്കാൻ നിൽക്കാതെ മുകുന്ദന്റെ വാല് പോലെ നടക്കാൻ നിനക്ക് നാണമില്ലേ? എന്റെ ബലമായ സംശയം നിന്നോടുള്ള അസൂയ കാരണം ഇവൻ തന്നെയാണ് മഹിമയോട് പറഞ്ഞ് നിന്നെ തള്ളി വീഴ്ത്തിയെന്ന. സഞ്ജുട്ടാ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഇവൻ എന്താ മഹിമയോട് പ്രതികാരം ചെയ്യാത്തത്? എനിക്ക് ശാലിനെ ഒട്ടും ഇഷ്ടമല്ല. എന്നാലും അവളോട് ഇത്രയും ക്രൂരത ആരെങ്കിലും ചെയ്താ ഞാൻ നോക്കിയേക്കത്തില്ല. അതൊരു ചേട്ടൻ എന്ന നിലയ്ക്ക് എന്റെ തോൽവിയായിട്ടാ നാട്ടുകാർ കാണുക. നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു ചേട്ടൻ എന്ന നിലയിലല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ നീ ഒരു തോൽവിയാ. ഇവനെ നിലയ്ക്ക് നിർത്തിയാൽ നിനക്കുള്ള. ഇവൻ കൂടുതൽ ഡയലോഗ് അടിച്ച പല സത്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. എന്ത് സത്യങ്ങള്? നിന്റെ ഭാര്യയോട് ചോദിക്ക.
എന്താ ബേബി അവൻ പറഞ്ഞത്? ആവോ അത് വെറുതെ നിങ്ങളെ തമ്മിലെടുപ്പിക്കാൻ ഗിരിയേട്ടൻ പറഞ്ഞതാ. നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോ ഗിരിയേട്ടന് അസൂയ തോന്നുന്നുണ്ടാവും. പുള്ളിക്കാരന്റെ കുടുംബം തകർന്നിരിക്കയല്ലേ. ആ അത് ശരിയാ. സഞ്ജുവേട്ടൻ ഇതൊക്കെ നമ്മുടെ പഴയ മുറിയിലോട്ട് വെക്ക. ഗിരിയേട്ടൻ എല്ലാം പറയുന്ന ഒരു നിമിഷത്തേക്ക് ഞാൻ പേടിച്ചു പോയി. ഏ ഗിരിയേട്ടൻ നിന്നെ അങ്ങനൊന്നും കൈവിടില്ല. ഈ സഞ്ജു എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരുത്തനായത് നിന്റെ ഭാഗ്യം. പക്ഷെ ആ വീട്ടില് കൂടുതൽ കാലം കഴിഞ്ഞ ശാലിനിയും ഗോപാൽജിയും കൂടെ അവന്റെ മനസ്സ് മാറ്റും. അതാ ഞാൻ സമയം കളയാതെ അവനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ അതേതായാലും നന്നായി. ഇവിടെ മഞ്ജുവും അവളുടെ കൊച്ചിനെയും കൊണ്ടുള്ള ശല്യം കൂടി വരികയായിരുന്നു. നീയും കൂടി വന്ന സ്ഥിതിക്ക് അവർക്കൊരു തടയിടാൻ എളുപ്പമാവും. ശരി നീ വാ.